സ്നേഹമുള്ള വിശ്വാസികളെ, അടുത്ത ഞായറാഴ്ച ആണ് നമ്മുടെ പ്രധാന തിരുനാൾ. ഇന്ന് നമ്മളിപ്പോൾ കൈമുത്തിന് ശേഷം കൊടിയേറ്റും. അതേ തുടർന്ന് ഈ ആഴ്ചയിലുടനീളം 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ വാങ്ങിപ്പോയ പരേതരെ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുന്നില്ല. ആയതിനാൽ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരി സന്ദർശനവും ധൂപപ്രാർത്ഥനയും അവിടെ വെച്ച് നടത്തപ്പെടും. അന്ന് വൈകുന്നേരം പത്തനംതിട്ട രൂപത ഫൈനാൻസ് മാനേജറായിരിക്കുന്ന ജിൻസ് മേപ്രദർശനാണ് നമ്മൾക്ക് വചന പ്രഘോഷണം നടത്തുന്നത്. 6:30 ആണ് അത് ആരംഭിക്കുന്നത്. ദിവസം ശനിയാഴ്ച വൈകിട്ട് 10-ാം തീയതി രാവിലെ 9 മണിക്ക് പ്രഭാത നമസ്കാരത്തോടുകൂടി നമ്മുടെ തിരുനാൾ കുർബാന ആരംഭിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും നേരത്തെ വരണം, പെരുന്നാളിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾക്ക് ഇവിടെ നമ്മുടെ പെരുന്നാളിന് തുടക്കം കുറിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ മത്തായി കടവിൽ അച്ഛനെയാണ് നിങ്ങൾക്കറിയാവുന്നത്. എന്നാൽ ഇപ്പോൾ മത്തായി റംബാച്ചനായിരിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതിയോടുകൂടി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ദാനം എന്നാണ്. പൂന കക്ഷി രൂപതയുടെ 2ാമത്തെ മെത്രാനായിട്ടാണ് ഇപ്പോൾ മത്തായി റംബാച്ചൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മത്തായി അച്ഛനെ നമ്മൾ കഴിഞ്ഞ കൊല്ലവും ക്രിസ്തുമസിന് ഇവിടെ അച്ഛന്റെ കാർമ്മികത്വത്തിലായിരുന്നു ക്രിസ്തുമസിന്റെ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെട്ടത്. ആയതിനാൽ തന്നെ ആ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി പിതാവിനോടൊത്ത് നമ്മൾക്ക് വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കും മത്തായി കടവിൽ അച്ഛനെ പറ്റി. അച്ഛൻ ജന്മം കൊണ്ട് ജ്ഞാനായക്കാരനാണെങ്കിലോ സഭയിൽ മലങ്കര സഭയിൽ സുദീർഘമായ ശുശ്രൂഷ ചെയ്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ട് ഏതാണ്ട് 34 വർഷക്കാല സഭയുടെ മലങ്കര സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മലങ്കര സഭയുടെ ഹൃദയമായ ബദനി സന്യാസി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിട്ട് 3 വർഷക്കാലവും 6 വർഷക്കാലമായിട്ട് പ്രൊവിൻഷ്യലായിട്ടും ഒക്കെ സേവനം ചെയ്തുകൊണ്ട് തിരുവല്ലായുടെയും മൂവാറ്റുപുഴയുടെയും മറ്റ് തിരുവനന്തപുരത്തിന്റെയും മറ്റ് രൂപതകളുടെയും ഒക്കെ അതിർത്തികളിലും അതിനുള്ളിലും പ്രവർത്തിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. 1963 ഡിസംബർ 31-നാണ് നിയുക്ത മെത്രാന് ജന്മം നൽകിയത്. അന്നാമ മത്തായി ദമ്പതികളുടെ 2ാമത്തെ പുത്രനായി സണ്ണി എന്ന പേരിൽ മത്തായി അച്ഛൻ പൂജാതനായിക്കൊണ്ട് 1979 തന്റെ 10-ാം ക്ലാസ്സിലെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം 81-ൽ സെമിനാരിയിൽ ചേർക്കപ്പെട്ടു. തന്റെ സെമിനാരി ജീവിതത്തിന്റെ അല്ലെങ്കിൽ അതിലേക്കുള്ള വിളി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ വീടായ അറുന്നൂറ്റിമംഗലത്തുള്ള ജേക്കബ് കൊച്ചാലമോട്ടിൽ ചുവട്ടിൽ ഈശോസഭ വൈദികനായ അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരൻ ഇന്ന് ജാർഖണ്ഡിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികന്റെ പ്രേരണയാലും അതുപോലെ തന്നെ അന്ന് മലങ്കര സഭയുടെ തിരുവല്ല അതിരൂപതയുടെ ഭാഗമായിരുന്ന സെന്റ് ജെയിംസ് പൂതൃക പള്ളിയിലെ ബദനി സന്യാസത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 2 വൈദികരുടെ ശുശ്രൂഷകളാലും പ്രേരണകളാലും അല്ലെങ്കിൽ അവരുടെ മാതൃകാപരമായ ആധ്യാത്മിക ജീവിതത്തെ സാംശീകരിച്ചുകൊണ്ട് തന്റെ ദൈവവിളിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് 1981-ൽ ബദനി സന്യാസ ആശ്രമത്തിൽ ചേർന്നു. 1989-ൽ വൈദിക പട്ടം സ്വീകരിച്ച് തിരുവല്ലായില് MCYന്റെ ശരിയാണെങ്കിൽ പ്രഥമ ഡയറക്ടറായിട്ടോ അതുപോലെ തന്നെ അൽമായ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് അൽമായരെ നേതൃത്വ വഴിയിലേക്ക് നടത്തുവാനായിട്ടൊക്കെ അച്ഛന് സാധിച്ചു. അതിന്റെ ശേഷം അച്ഛൻ ബെൽജിയത്തിലെ
ലുവൈൻ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ മാസ്റ്റേഴ്സും അതിനുശേഷം PhD ഡോക്ടറേറ്റും എടുത്തു. തിയോളജിക്കൽ തീസിസ് തന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചം ഒരു കൂദാശ, സൃഷ്ടികളുടെ കൗദാശികത. ലെനാർഡോ ബോഫ് അല്ലെങ്കിൽ അലക്സാണ്ടർ ഷേമൻ, സെന്റ് എഫ്രൈം എന്നിവരുടെ കാഴ്ചപ്പാടുകളിലാണ് തന്റെ പഠനം നടത്തി ഡോക്ടറൽ തീസിസ് എന്ന ലുവൈനിൽ വെച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അക്കാലത്ത് തന്റെ തിയോളജിക്കൽ ഡോക്ടറേറ്റിന് ഹോളണ്ടിലെ നിജീമൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സെക്കൻഡ് കാർഡിനൽ വില്യബ്രാൻഡ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഭക്ഷണം എന്ന വേദവാക്യം അനുസരിച്ചാണ് പുതിയ നിയോഗം തന്റെ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ വൈദികനായിരുന്നപ്പോൾ ആദർശവാക്യമായിട്ട് എടുത്തത് 1 കൊരിന്ത്യർ 15:10 പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാകുന്നു എന്നാണ്. അത് തന്നെയാണ് മാതാവ് ഇന്ന് മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് മാതാവ് ഉച്ചത്തിൽ പ്രഘോഷിച്ചതുപോലെ അച്ഛന്റെ ആദർശവാക്യമായി പൗലോസ്ലീഹ കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് സഭയോടൊത്ത് ദൈവജനത്തോടൊത്ത് യാത്ര